Hello, welcome to Chakku's Heaven. ഹലോ വെൽക്കം ബാക്ക് ടു ചക്കൂസ് ഹെവൻ. സോ ഇന്നത്തെ ഒരു വ്ളോഗ് നിങ്ങൾ ഓൾറെഡി തമിഴിൽ കണ്ട പോലെ ഇന്ന് നമ്മൾ ACB ന്യൂസിനോട് ടാറ്റ ബൈ ബൈ പറയുന്ന ഒരു വ്ളോഗാണ്. സത്യത്തിൽ ഇന്ന് ശരിക്കും എനിക്ക് ഭയങ്കര ഒരു ഇമോഷണൽ ഡേ ആണെന്ന് പറയാം. കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നൊരു സ്ഥാപനമാണ്. ഭയങ്കര ക്ലോസ് ടു മൈ ഹാർട്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു വാർത്ത വായന ആ ഒരു സ്റ്റൈൽ എനിക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കി തന്ന ഒരു സ്ഥലമാണ്. സോ ഐ എം ലിറ്റിൽ ബിറ്റ് ഇമോഷണൽ ടുഡേ. ഇന്ന് ഭയങ്കര ഹെവി ഹാർട്ടായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ. സോ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് 28th April ആണ്. ഇപ്പോൾ സമയം 3 o'clock ആവാനായിട്ട് 5 minutes. അപ്പം അങ്ങനെ ഇന്നത്തെ ഒരു വിശേഷം കാണിച്ചു തരാം. സോ ഞാൻ ഇതുവരെ ആക്ച്വലി നമ്മുടെ ഓഫീസും കാര്യങ്ങളൊന്നും അങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ACB എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഏഷ്യാനെറ്റിൻ്റെ ഒരു സിറ്റി ചാനലാണ്. അപ്പോൾ നമ്മൾ ഫ്രാഞ്ചൈസി മാറുകയാണ്. അതായത് ഏഷ്യാനെറ്റിൻ്റെ സിറ്റി ചാനൽ കേരളം മൊത്തമുണ്ട്. അപ്പം ട്രിവാൻഡ്രം ടു കൊച്ചി ഏഷ്യാനെറ്റാണ് ഡയറക്റ്റ് അത് നടത്തുന്നത്. ദെൻ തൃശ്ശൂർ ടു കാസർഗോഡ് എബവ് ഉള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഫ്രാഞ്ചൈസീസ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ നമ്മളിപ്പോൾ സംസ്കൃതി മീഡിയ എന്ന് പറയുന്ന ഒരു ഫ്രാഞ്ചൈസിയുടെ കീഴിലാണ് ഞാനിപ്പോൾ കറൻ്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ സംസ്കൃതി മീഡിയയുടെ ഫ്രാഞ്ചൈസി ആ ഒരു കോൺട്രാക്റ്റ് കഴിഞ്ഞു. സോ ഇപ്പോൾ കറൻ്റ്ലി ഇത് ടേക്ക് ഓവർ ചെയ്തിരിക്കുന്നത് ഓസ്കാർ ഇവന്റ് മാനേജ്മെൻ്റ് ആണ്. സോ അപ്പോൾ ഇതുവരെയുള്ള ഒരു ഇതനുസരിച്ച് പുതിയ ടീമിനെ എടുക്കും എന്നുള്ളതാണ്. ഫ്രാഞ്ചൈസി മാറുമ്പോൾ കംപ്ലീറ്റ് ടീം അടക്കം മാറും. അപ്പോൾ അങ്ങനെ അപ്പം എനിക്കൊക്കെ ശരിക്കും ആകെ ഒരു 1.5 വർഷത്തെ ജേണിയാണ്. പക്ഷെ അവിടെയുള്ള ഒരുപാട് എംപ്ലോയീസ് ഒരുപാട് വർഷങ്ങളായിട്ട് ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്നവരുണ്ട്. എല്ലാവർക്കും ഭയങ്കര വിഷമമുള്ളതാണ്. സോ അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു സാരി ഉടുക്കാം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനിന്നൊരു റെഡ് സാരി, ഇത് അമ്മയുടെ സാരിയാണ്, ചെറിയൊരു ലൈനൊക്കെ ഉണ്ട് കേട്ടോ. റെഡ് സാരിയും ഒരു ബ്ലൂ കളർ ബ്ലൗസാണ് ഞാനിന്ന് ഇടുന്നത്. എന്താ പറയുക, കുറേ മെമ്മറീസ് ഉണ്ട്. എൻ്റെ കുറച്ച് മെമ്മറീസിലുള്ള കുറച്ച് ക്ലിപ്പിങ്സ് ഒക്കെ ഞാൻ എന്തായാലും ഷെയർ ചെയ്യാം. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇനി റെഡി ആവുന്നത് കണ്ടാലോ. സാഹചര്യം നിലനിൽക്കുമെന്നാണ് റിപ്പോർട്ട്. തുടർച്ചയായ ദിവസങ്ങളിൽ അതിതീവ്രമായ ചൂട്
റിപ്പീറ്റ്. തുടർച്ചയായ ദിവസങ്ങളിൽ അതിതീവ്രമായ ചൂട് രേഖപ്പെടുത്തിയതിന്റെയും അടുത്ത ദിവസങ്ങളിലും പാലക്കാട് ജില്ലയിൽ 41 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം, തൃശൂർ ജില്ലകളിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരുമെന്ന പ്രവചനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. ഉഷ്ണതരംഗം അതീവ ജാഗ്രത വേണ്ട സാഹചര്യമാണ് എന്നും പൊതുജനങ്ങളും ഭരണേതര സംവിധാനങ്ങളും വേണ്ട ജാഗ്രത പാലിക്കണമെന്നും സൂര്യാഘാതവും സൂര്യാതപവും ഏൽക്കാൻ സാധ്യത കൂടുതലാണെന്നും അതിനാൽ ജാഗ്രത അനിവാര്യമാണെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ശാസ്ത്രോത്സവം, കായികമേള എന്നിവയിൽ 1ാം സ്ഥാനമോ എ ഗ്രേഡോ ലഭിക്കുന്നവർക്ക് 20 മാർക്ക് ലഭിക്കും. 2ാം സ്ഥാനക്കാർക്ക് 17 മാർക്കും 3ാം സ്ഥാനക്കാർക്ക് 14 മാർക്കും ലഭിക്കും. സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത് എ ഗ്രേഡ് നേടുന്നവർക്ക് 25 മാർക്കും ബി ഗ്രേഡ് നേടുന്നവർക്ക് 20 മാർക്കും സി ഗ്രേഡുകാർക്ക് 15 മാർക്കും ലഭിക്കും. ജൂനിയർ റെഡ് ക്രോസിന് 10 മാർക്കും സ്റ്റുഡന്റ് ശരിയായ നിക്ഷേപകർക്ക് അത് തെളിയിക്കാനായാൽ സർക്കാർ തയ്യാറാക്കുന്ന ബാധ്യത പട്ടികയിൽ ഉൾപ്പെടുത്തി നിക്ഷേപങ്ങൾ തിരികെ ലഭിക്കുമെന്നും അക്കര പറഞ്ഞു. ഹൈറിച്ച് കേസിൽ നിക്ഷേപം കുറവും കൂട്ടുപങ്കാളിത്തം കൂടുതലുമാണ്. അത് അവർ അറിഞ്ഞ് പങ്കാളികളായതല്ല, ചതിക്കപ്പെട്ടതാണ് എന്നും ഈ വിവരം അവർക്ക് തെളിയിക്കാനായാൽ അവർക്കും പണം തിരികെ ലഭിക്കുമെന്നും അക്കര അഭിപ്രായപ്പെട്ടു. ഹൈറിച്ച് പോലുള്ള മണി ചെയിൻ തട്ടിപ്പ് കേസുകളെ വേരോടെ പിഴുതുമാറ്റണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അജണ്ടകളിൽ ചട്ടം പാലിച്ചുള്ള നടപടിക്രമങ്ങൾ മേയർ പാലിക്കുന്നില്ല എന്നതിന് തെളിവാണ് വോട്ടെടുപ്പ് ആവശ്യം ഉന്നയിച്ചിട്ടും അത് പരിഗണിക്കാതെ പോയത്. കോർപ്പറേഷൻ സെക്രട്ടറിക്ക് അത് മിനിറ്റ്സിൽ രേഖപ്പെടുത്തേണ്ടി വന്നത്. മേയർ നിരന്തരം നടത്തുന്ന നഗ്നമായ ചട്ടം സൂര്യാഘാതത്തിനും സൂര്യതപത്തിനും സാധ്യതയെന്നും ജാഗ്രത വേണമെന്നും മുന്നറിയിപ്പ്. കരിവന്നൂർ കള്ളപ്പണ കേസിൽ CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് തിങ്കളാഴ്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരാക്കും. 3 തവണ നോട്ടീസ് നൽകിയിരുന്നെങ്കിലും തെരഞ്ഞെടുപ്പ് തിരക്കായതിനാൽ വർഗീസ് ഹാജരായിരുന്നില്ല. ED നേരത്തെയും വർഗീസിനെ പലതവണ ചോദ്യം ചെയ്തിരുന്നു. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിലെ ഗ്രേസ് മാർക്ക് മാനദണ്ഡം പുതുക്കി വിദ്യാഭ്യാസ വകുപ്പ്. പാഠ്യേതര നേട്ടങ്ങൾക്ക് ഇരട്ട ആനുകൂല്യം നൽകുന്നത് നിർത്തലാക്കി. ഒരേ നേട്ടത്തിന് SSLC പരീക്ഷയിൽ ഗ്രേസ് മാർക്കും ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് ബോണസ് പോയിന്റ് നൽകുന്ന രീതി ഇതോടെ അവസാനിക്കും. ഹൈറിച്ച് തട്ടിപ്പ് പ്രതികളുടെ സ്വത്ത് താൽക്കാലിലേക്ക് സ്വാഗതം. ഞാൻ അക്ഷര അനിൽകുമാർ. പ്രധാന വാർത്തകൾ വിശദമായി. ചുട്ടുപൊള്ളുന്ന വേനൽ ചൂടിനിടെ തൃശൂർ അടക്കമുള്ള വിവിധ ജില്ലകളിൽ വീണ്ടും ഉഷ്ണതരംഗ മുന്നറിയിപ്പുമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സൂര്യാഘാതത്തിനും സൂര്യാതപത്തിനും സാധ്യതയെന്നും ജാഗ്രത വേണമെന്നും മുന്നറിയിപ്പ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. അപ്പൊ ഇവിടെ ശരിക്കും കുറെ ആളുകളുണ്ട് കേട്ടോ വർക്ക് ചെയ്യണത്. അപ്പൊ ഇന്ന് 3 പേരുള്ളൂ അല്ലെ. ഇത് എന്റെ സ്വന്തം ശ്രീകലേച്ചിയാണ്. ഇപ്പൊ ന്യൂസിന് ഞാൻ വന്ന സമയത്ത് തന്നെ എനിക്കൊരു ചേച്ചിയമ്മയുടെ പോലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന് തെറ്റുകൾ എനിക്ക് ശ്രീകലേച്ചി എന്നിങ്ങനെ തല്ലാട്ടും ഞാനിങ്ങനെ നന്നായി വായിക്കുമ്പോൾ. അത് ചേച്ചിക്ക് അറിയാണ്ട് വരുന്നത്. അപ്പോഴാണ് എനിക്കൊരു സമാധാനം. ഞാൻ ആ ന്യൂസ് ഞാൻ നന്നായി വായിച്ചല്ലോ. ചില ന്യൂസ് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് വായിക്കുമ്പോൾ ചേച്ചി ഇങ്ങനെ എനിക്ക് ന്യൂസ് ഇങ്ങനെ മാറ്റി തരുന്ന സമയത്ത് ചേച്ചി അറിയാണ്ട് ഇങ്ങനെ ഒന്ന് തലയാട്ടും. അപ്പോഴാണ് എനിക്കൊരു സന്തോഷമുള്ളത്. ശ്രീകലേച്ചി എന്നെ കുറിച്ച് പറയുന്നുണ്ട് വാക്ക്. എന്താ പറയാ, നന്നായി വരട്ടെ, എവിടെയൊക്കെ കിട്ടട്ടെ. ചേച്ചീനെ ഇടയ്ക്ക് എന്നെ വിളിക്കണം, ഞാൻ ചേച്ചീനെ വിളിക്കാം. എന്നും വെള്ളിയും ഞായറും ദിവസങ്ങളിലേ ഇങ്ങനെ ഈ മുഖം ഇങ്ങനെ കണ്ട് എനിക്കിത് ഭയങ്കര വിഷമമുണ്ട്. എന്നാലും നമ്മളിവിടെ അടുത്തുള്ളവരായ കാരണം ഞാൻ ഇടയ്ക്ക് കാണാം പറയാൻ പറ്റില്ല. നമ്മൾ ചിലപ്പോ നാളെ വേറൊരു സ്ഥാപനത്തിൽ കണ്ടുമുട്ടിയാല്. ഇതാണ് നമ്മുടെ എഡിറ്റിംഗ് റൂം കേട്ടോ. ഇത് സത്യത്തിൽ വേറെ കുറെ ആളുകളുണ്ടായിരുന്നു, പക്ഷെ നമ്മളെല്ലാം ലീവാണ്. ഇത് ഇത് ജിജാസുവേട്ടൻ, ഇത് പ്രതീക്ഷേട്ടൻ. ഇന്ന് നമുക്ക് കുറെ പേര് ഇവിടെ ലീവാണ്. ജിജാസുവേട്ടൻ എന്നെ എപ്പോഴും അമ്മിണിന്ന് വിളിക്കുക. പിന്നെ ആരമ്മണി വിളിക്കുക. ഞാൻ ഫോണിൽ വിളിച്ചു പറഞ്ഞു.
കുഴപ്പമുണ്ടാവില്ലേ? കുഴപ്പമുണ്ടാവില്ല. ഞാൻ ഇതേപോലെ എന്റെ നാവിക്ക് കാശാശികളുള്ള ആരോഗ്യത്തിലാണ് ഇവ കണ്ടിട്ടാണ് നമുക്ക് ഇത്തിരി മോട്ടിവേഷൻ വന്നിട്ടുണ്ട്. കാരണം ഇവളുള്ള നാവ് വെച്ചിട്ട് ഒരേ സമയം 4-5 സ്ഥലത്ത് ചെയ്യുന്ന കാരണം കൊണ്ട് ഭയങ്കര മോട്ടിവേഷനൊക്കെയാണ്. നേരിട്ടാണ് പറയില്ലേ പലകേട് വരൊക്കെ ഉണ്ടാക്കിയിട്ട് അതുകൊണ്ടാണ്. ഇനി പ്രജീഷേട്ടൻ എന്നെ കുറിച്ച് എന്തായാലും പറയണം കുറച്ച്. ജസ്ലേട്ടൻ പറഞ്ഞു ഇനി പ്രജീഷേട്ടൻ എനിക്ക് ഇങ്ങനെ ഓരോ ടിപ്സ് ഒക്കെ പറഞ്ഞുതരും. ഞാൻ വളർന്നു വരുന്ന ഒരു പറ്റില്ല, ഞാൻ പോവില്ല, നിങ്ങളെന്നെ അവിടേക്ക് വിളിച്ചോളൂ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അക്ഷരേനെ ഒരു സ്ഥലത്ത് കാണാറുണ്ട്. എവിടെയാ? ശോഭ സിറ്റിയിൽ. ഞാൻ എന്ന് ശോഭ സിറ്റിയിൽ പോയാലും അക്ഷര അങ്ങനെയല്ല, അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. അക്ഷര ജീവിച്ചു പോണ്ടേ, അതുകൊണ്ട് പണിയെടുക്കാതെ ജീവിക്കണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം. അക്ഷരം നല്ലൊരു ആങ്കർ ആയിട്ട് വളരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പണിയെടുക്കേണ്ടതാണെങ്കിൽ ഹരിച്ചൊക്കെ തുടങ്ങിയാൽ മതി. അത് വേണ്ട, ജയിലിൽ പോയി ഇറങ്ങണ്ടേ. ഭക്ഷണം ഇല്ല, AC വേണം. AC കുഴപ്പമില്ലായിരുന്നു. പ്രതീക്ഷേട്ടാ അല്ല എഡിറ്റ് ചെയ്യും നിങ്ങളെ പോലെ. പറയാ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് പോവില്ലേ.